ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഞങ്ങളിവിടെ 2 ദിവസമായിട്ട് ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ചൂടിന് ഒരു കുറവുമില്ല. നിങ്ങളുടെ അവിടെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയണം. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഒരു മിന്ത്ര ഹോളാണ് കേട്ടോ. മിന്ത്ര ഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ഏകദേശം ഒരു 4 പ്രോഡക്റ്റ് അത്രേ ഉള്ളൂ. അത് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് മിന്ത്ര ഹോൾ, കുഞ്ഞു ഹോൾ വഴി നമുക്ക് വലിയ വലിയ ഹോളിലേക്ക് പോവാട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ഒരു കോഡ്സ് അങ്ങനത്തതാണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. എനിക്കെന്തോ കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ. എന്തോ ഒരു പ്രത്യേകത, എനിക്ക് ഈ ഒരു പാറ്റേൺ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കൂടെ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും എങ്ങനത്തതാണ് എന്ന്. അപ്പൊ അതിന്റെ ഫസ്റ്റ് തന്നെ പറയുമ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ. എന്ന് പറഞ്ഞാല് ഈ ഒരു കോഡ് സെറ്റ് ആണ് കണ്ടോ. ഈ ഒരു കോഡ് സെറ്റ് ആണ്. അതിന്റെ ടോപ്പ് വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാല് ഒരു ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വരുന്നത്. കാണിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇട്ട് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത്. ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് ഏരിയയുടെ താഴെ വരുന്ന നേരെ താഴെ വരുന്നതാണ് കേട്ടോ. ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിനെ കുറിച്ചിട്ട് എടുത്ത് പറയാനാണെങ്കിൽ ഇത് കംഫർട്ടാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഇടുമ്പോഴത്തേക്ക് ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖമാണ് കേട്ടോ. ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടുന്നവർക്കാണെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും. ഭയങ്കര കംഫർട്ടുമാണ് ഇടുമ്പോഴത്തേക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാക്കിൽ വരുമ്പോഴത്തേക്ക് എലാസ്റ്റിക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് സ്ട്രെച്ചബിൾ ആണ്. ഇനി വലിച്ച് ഇങ്ങനെ ഇടാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വലിയും. ഞാനിവിടെ എടുത്തേക്കുന്നത് എക്സൽ സൈസ് ആണ്. നല്ല കറക്റ്റ് സൈസ് ആണ് കേട്ടോ. വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നൂഡിൽസ് ഷാപ്പാ വരുന്നത്. എല്ലാം പക്കായാണ്. എൻ്റെ ഒരു സൈസിന് വരുമ്പോഴത്തേക്ക് എല്ലാം പക്കായാണ്. ഇങ്ങനത്തെ ഒരു കളർ പാറ്റേൺ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് സ്കേർട്ടും കിട്ടുന്നുണ്ട്. സ്കേർട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ. ഇങ്ങനെ വരും ഒരു ഫുൾ ലെങ്ത്. ഇവിടെ ഒരു എലാസ്റ്റിക് വരുന്ന ഓപ്പൺ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു സ്കേർട്ടും. എൻ്റെ ഒരു തുണി ഉണ്ടല്ലോ ഭയങ്കര സുഖമാ. നല്ലൊരു തുണി കേട്ടോ. നല്ലൊരു ചൂടെടുക്കത്തോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങളത് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുള്ളൂ തോന്നുന്നു. നല്ല ഡ്രസ്സാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു സ്കേർട്ട്. ഇതിന്റെ എമൗണ്ട് വരുമ്പോഴത്തേക്ക് ഒരു 1200 അതിനകത്താണ്. ഭയങ്കര സുഖമുള്ള അടിപൊളി ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി അടുത്ത സെക്കൻഡ് പ്രോഡക്റ്റിലേക്ക്. സെക്കൻഡ് പ്രോഡക്റ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഞാൻ അതിന്റെ ഫോട്ടോയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. പക്ഷെ വന്നപ്പോ അതിൽ കണ്ട ഒരു ക്വാളിറ്റിയും ഇല്ല. എനിക്ക് സൈസ് കറക്റ്റ് അല്ല കേട്ടോ. എന്ന് പറഞ്ഞാല് ഞാൻ എക്സൽ സൈസ് ആണ് കൊടുത്തത്. എങ്കിൽ കൂടിയും ഭയങ്കര ടൈറ്റ് എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. അത്യാവശ്യം ചൂടെടുക്കും. ഒരു കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് അറിയാം. ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്ത ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും കയറുന്നില്ല. ഈ ഒരു പോർഷൻ വന്നിട്ട് ഇങ്ങനെ ഇടുങ്ങിയിരിക്കുകയാണ്. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത പോലും കാറ്റ് എങ്ങനെ ഉണ്ടോ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ആ ഒരു ഫിറ്റിംഗ് ആയിപ്പോയി കേട്ടോ. ഭയങ്കര ഫിറ്റിംഗ് ആയിപ്പോയി. എക്സൽ സൈസാണ് കൊടുത്തതെങ്കിൽ കൂടിയും ഇതിങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ചെസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. നോസ് സ്റ്റാപ്പാണ് വരുന്നത്. ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഗൗൺ ടൈപ്പ് ആയിട്ടുള്ളത്. താഴെ പോർഷനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. പക്ഷെ മെറ്റീരിയൽ വരുന്നത് ഒരു പോളിസ്റ്റർ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഈ ഒരു പോർഷൻ എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷൻ അവർ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ ആ ഒരു മെറ്റീരിയലും കൂടെ ആയപ്പോ ഒട്ടും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി കേട്ടോ. ഞാൻ ഇതിന്റെ ഫോട്ടോ എനിക്ക് ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കട്ടെ. ഒട്ടും പറ്റുന്നില്ല ആയിരുന്നു. കണ്ടോ ഇങ്ങനത്തെ ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഗൗണ്. ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും അറിയത്തില്ല. ഞാൻ പറ്റിയാല് ഇടിച്ചെങ്കിലും കേട്ടാൻ നോക്കാം കേട്ടോ. പറ്റുന്നില്ല എന്നാലും നോക്കാം. ഞാനിവിടെ വീഡിയോ ഫോട്ടോ എല്ലാം കൊടുത്തേക്കാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ സെക്കൻഡ് പ്രോഡക്റ്റ്. വരുമ്പോഴത്തേക്കും അത്യാവശ്യം മെറ്റീരിയൽ ക്വാളിറ്റി വരുന്നത് ലോ മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ. എനിക്ക് മെറ്റീരിയൽ ക്വാളിറ്റി ഉൾപ്പെടെ എനിക്ക് അതങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതാണ് കേട്ടോ സെക്കൻഡ് പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക്. അപ്പൊ നമുക്കിനി അടുത്ത തേർഡ് പ്രോഡക്റ്റിലേക്ക് കിടക്കാം. തേർഡ് പ്രോഡക്റ്റ് എന്താന്ന് ചോദിച്ചാല് ഒരു സാരിയാണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് ഞാൻ കുറെ നാളെ മിന്ത്രയിൽ നിന്ന് ഒരു സാരി വാങ്ങിയിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിൽ ഞാനൊരു വാങ്ങിയ ഒരു സാരിയാണേ.
ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയ ഒരു സാരിയാണ്, ഞാൻ കാണിച്ചു തരാം എങ്ങനത്തെ സാരിയാണ്. ഇതാണ് കേട്ടോ. ഇത് വരുമ്പോഴത്തേക്ക് പ്ലെയിൻ ഒരു ബ്ലൂ കളർ സാരിയും തോന്നും. പക്ഷെ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് ഈ ഒരു പോർഷൻ ആണ് കേട്ടോ. ഇപ്പൊ ഒരു പോർഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ പല്ലുവിന്റെ പോർഷൻ വരുമ്പോഴത്തേക്ക് ഒരു ക്രോസ് കട്ടില് ഒരു കോൺട്രാസ്റ്റ് കളർ ഇങ്ങനെ അവർ കൊടുത്തേക്കും കേട്ടോ. അതിങ്ങനെ ഫുൾ ഒരു ബ്ലൂ വന്നിട്ട് നമ്മുടെ ആ ഒരു മുന്താണി ആ ഒരു പോർഷനിൽ ഈ ഒരു കളർ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. നല്ലൊരു ഭംഗിയാണ് തോന്നുന്നു കണ്ടോ. ഇങ്ങനെ കിടക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ വരെ വരത്തില്ല, താഴെ വരെ പോവും. ഇതിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു ഭംഗിയുണ്ട് അല്ലെ കാണുമ്പോഴത്തേക്ക്. അതാണ് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ എനിക്ക് പറയുള്ളതാണെങ്കിൽ ലേസ് ഡീറ്റെയിലിംഗ് ഇത് ഇങ്ങനെ കേട്ടോ കണ്ടോ. ഇങ്ങനത്തെ ഒരു ലേസ് ഡീറ്റെയിലിംഗ്, ഒരു മിററിന്റെ ലേസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഫുൾ ഇത്ര മാത്രമേ ഉള്ളൂ. എമൗണ്ട് വരുമ്പോഴത്തേക്ക് ഒരു 1000 സംതിങ് ഉണ്ട് എമൗണ്ട്. പക്ഷെ ഇത് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഒരു സാധാ നോർമൽ ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ഒരു നോർമൽ കണ്ടോ, ഒരു ഷിഫോണിന്റെ മെറ്റീരിയൽ ആണ്. ഇതും അതെ, ഈ ഒരു കളറും ആണെങ്കിലും അതെ, ഒരു നോർമൽ ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. കണ്ടോ കാണുമ്പോഴത്തേക്ക് അറിയാം നോർമൽ ഷിഫോൺ മെറ്റീരിയൽ ആണ്. നമുക്കിപ്പോ കടയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 മീറ്റർ മതി. നമ്മുടെ ഷിഫോൺ മെറ്റീരിയൽ വലിയ റേറ്റ് ഒന്നും ഇല്ല, നോക്കുമ്പോഴത്തേക്ക് വലിയ റേറ്റ് ഒന്നും ഇല്ല, ഒരു 100 രൂപയ്ക്ക് അകത്തൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മളെവിടെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതൊരു 1200 ഉള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഈ ഒരു ലേസിനും അത്ര കണ്ട് റേറ്റ് ഉണ്ടോ ഈ ഒരു ലേസിന് എനിക്കറിയില്ല. മിററിന്റെ വർക്ക് വരുന്നതും എല്ലാം കൂടിയിട്ട് നമുക്ക് മെറ്റീരിയൽ എടുത്ത് തയ്ക്കണമെങ്കിൽ സുഖമായിട്ട് തയ്ക്കാം കേട്ടോ. ഇങ്ങനെ അവര് കട്ട് ചെയ്താണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഹോസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. കണ്ടോ കാണുമ്പോഴത്തേക്ക് അറിയാം സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അല്ലെങ്കിൽ അല്ലാതെ ഒറ്റ ഒരു പീസ് അല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വാങ്ങി വെറുതെ ഇങ്ങനെ തയ്ക്കാന്നുള്ളതേ ഉള്ളൂ. ഒരു രൂപയുടെ ആവശ്യം ആവത്തില്ല എന്ന് തോന്നുന്നു തയ്ക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ. ഈ ഒരു ലേസും ഈ ഒരു മെറ്റീരിയലൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 800 അതിനകത്തേ വരുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഒരു 5 മീറ്റർ അങ്ങനെ വാങ്ങിയ ഒരു സാരിയാണ് കേട്ടോ. പക്ഷെ ഉടുക്കുമ്പോൾ നല്ല സുഖമാണ്, നമുക്ക് വാങ്ങാൻ കിട്ടും. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. കണ്ട ആ ഒരു ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാ. കളർ അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര കളറാ, നല്ലൊരു കളറാ. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നേവി ബ്ലൂ അല്ല, ഇലക്ട്രിക് ബ്ലൂ, അങ്ങനത്തെ ഈ ഒരു സാരി കേട്ടോ. അടിപൊളി സാരിയാ. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വാങ്ങി തയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത്ര എമൗണ്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അടുത്ത് ലാസ്റ്റ് പ്രോഡക്റ്റിലേക്ക് കിടക്കാം. ലാസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാല് ബ്ലാക്ക് ഇല്ലാണ്ട് ഒരു ഹോൾ വീഡിയോ അവസാനിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഒരു ഹോൾ വീഡിയോ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ഇല്ലാണ്ട് ഒന്നിനും ഒരു തീരുമാനമാകത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്താന്ന് വെച്ചാൽ ഒരു കോഡ് സെറ്റ് ആണ്. ഇതാണ് കേട്ടോ. ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഇത് എന്താണെന്ന് തോന്നുന്ന ആ ഒരു രീതിയിലുള്ളത് തോന്നുന്നുണ്ടാവുമല്ലോ. ട്യൂബ് ടോപ്പാണ്, ട്യൂബ് ടാങ് ടോപ്പാണ് കേട്ടോ. ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൈയില്ല, ഇത് നമുക്ക് ഇങ്ങനെ ഇടാം. ഇങ്ങനത്തെ ഒരു രീതിയിൽ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാൻസ്പെറന്റ് സ്ട്രാപ്പ് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വരും, നല്ലൊരു മണം. അകത്ത് വരുമ്പോഴത്തേക്കും ഒരു ലൈനിങ് പോലെ വേറൊരു ക്ലോത്ത് ഇങ്ങനെ അതേ സെയിം ക്ലോത്ത് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു തിക്കായിട്ട് കിടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മണം കേട്ടോ. അപ്പൊ അതെങ്ങനെ പിന്നെ ഇവിടെ പിടിച്ച് നിൽക്കി ചില ഇങ്ങനെ ടങ് ടോപ്പ് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു പിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇതിൽ അങ്ങനെ ഒരു ഗ്രിപ്പ് പോലെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ഇതിലും അങ്ങനെ പ്രത്യേകിച്ച് അവരൊന്നും കൊടുത്തിട്ടില്ല. ടോക്കിയോ ടോക്കീസ് ആണ് ബ്രാൻഡ് വരുമ്പോൾ. അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും കേട്ടോ. നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിത് ഇങ്ങനെ ഇടാം. അപ്പൊ അതങ്ങനെ. അപ്പൊ അതിന്റെ കൂടെ വരുന്നത് ഒരു സ്കേർട്ടാണ്, ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ സ്കേർട്ടാണ്. സെയിം മെറ്റീരിയൽ ആണ് കണ്ടോ. നമുക്കൊരു ഇങ്ങനെ ബോഡി ഇങ്ങനെ ഒതുങ്ങി ഒരു ബോഡി കോണായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ടൈപ്പ് സ്കേർട്ടാണ് കേട്ടോ. ഫുൾ അങ്ങനെ ഓപ്പൺ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു സ്കേർട്ട്. നല്ല സുഖമാണ്, ഇടുമ്പോഴത്തേക്ക് ഭയങ്കര സുഖമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ റേറ്റും വരുമ്പോഴത്തേക്കും 1000 സംതിങ് തന്നെയാണ് റേറ്റ് വരുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്, മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. സ്ട്രെച്ചബിൾ ആണ്, സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതും കൂടെ വരുമ്പോഴത്തേക്കുള്ള ഒരു കോഡ് സെറ്റ്. അത്യാവശ്യം നല്ലൊരു കോഡ് സെറ്റ് ആണ് കേട്ടോ. ഈ ഒരു നമ്മുടെ ടോപ്പിന്റെ ഭാഗം വരുമ്പോ ഇവിടെ ഒരു നെക്ക് പോർഷൻ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മേലുന്നൊരു ചെറിയ ഡീറ്റെയിലിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്കിപ്പോ വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരെയല്ലേ, അങ്ങനെ വെക്കേഷനൊക്കെ പോകുമ്പോ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും
അടിപൊളിയാണ് കേട്ടോ. നമ്മളിങ്ങനെ യുണീക്കായിട്ട് നിൽക്കും മറ്റുള്ളവരിൽ നിന്നും. ജീൻസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുക കേട്ടോ, അടിപൊളിയാ, നല്ല നല്ല ഭംഗിയാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 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 ഭംഗിയ 3-4 ഡ്രസ്സാണ് നമ്മൾ ഇന്ന് മിന്ത്ര ഹാളിൽ കണ്ടത്. അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ ഇത്രയാണ് കേട്ടോ എന്താ ഇന്നത്തെ മിന്ത്ര ഹാളിൽ വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ മിന്ത്ര ഹാൾ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. കാണുന്നത് വരയ്ക്കും ബൈ.